നിങ്ങൾ രണ്ടുപേരും എന്നെ കണ്ടുപിടിക്കുന്നു. If it's personal, ഹലോ, അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ ഒരു കട്ടൻ ചായം പിടിച്ച് സെറ്റ് ചെയ്യുമ്പോൾ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഇരിപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണ് ഞങ്ങൾ രണ്ടും മിണ്ടാത്ത മോന്ത കനപ്പിച്ച് പിടിച്ച് കളയുന്നത്? വേറെ ഒന്നുമല്ല, ഞാനും എന്നെ കൂടിയിട്ട് ഇന്നലെ ചെറിയൊരു സൺഡേ ഉണ്ടായിട്ടാണ്. അപ്പം അതിൻ്റെ പേര് ഞാൻ രാത്രി ഞങ്ങൾ പിണക്കം മാറ്റിയിട്ട് വന്നു. പക്ഷേ എനിക്ക് രാവിലെ അമ്മയ്ക്ക് ആ വിഷമം തേട്ടി വന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അവനോട് രാവിലെ തൊട്ട് മിണ്ടിയിട്ടില്ല. അവൻ രാവിലെ വന്നിട്ട് പൊന്നാന്ന് കുറച്ച് നല്ല സ്നേഹത്തോടെ വന്നെങ്കിലും ഞാൻ മൈൻഡ് ചെയ്തില്ല. അപ്പോൾ അവർ മൈൻഡ് ചെയ്യാതെ പോയിട്ട് ടി വി അവിടെ ഇരിക്കുകയാണ്. വേറെ അതുപോലെ ലൂസ് ആട്ടപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പം എനിക്ക് ബുക്ക് അടച്ചിട്ട് അതാണ് സംസാരത്തിൽ ചെറിയൊരു പ്രശ്നം. അപ്പോൾ ഒരു കട്ടൻ ചായ പിടിച്ച് ആകെ എന്നോട് പല കട്ടൻ ചായ ഉണ്ടാക്കി ചോദിച്ചു. പിണക്കം മാറ്റാൻ വന്നു. പിന്നെ ഞാൻ പിണക്കം മാറ്റാതെ ഇപ്പോൾ അവരോട് അന്ന് പിന്നെ നീ ഒരു കട്ടൻ ചായ ഉണ്ടാക്കി ചോദിച്ചു. അവരെ കട്ടൻ ചായ കിടക്കി കൊടുത്ത് ഞാൻ അവനും മൂലയിൽ നിന്ന് കട്ടൻ ചായ കുടിച്ചിട്ട. അത് കഴിഞ്ഞ് ഞാൻ വാട്സപ്പിലേക്ക് അവന് ഇന്ന് മേടിക്കുന്ന സാധനങ്ങൾ ബില്ല് അയച്ചു കൊടുത്തു. ഇതൊക്കെ മേടിച്ചു കൊടുത്താൽ ഞാൻ ഫുഡ് ഉണ്ടാക്കിയാൽ പറഞ്ഞു. അപ്പം സാധനങ്ങളൊക്കെ മേടിക്കാൻ പോവുകയാണ്. സാധാരണ ഞങ്ങൾ ഒന്ന് തക്കാളി മേടിക്കാൻ പോവുകയാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് പോവാറ്. ഈ പ്രാവശ്യം തൊട്ട് പെബി ഒറ്റയ്ക്ക് പോയി മേടിച്ചു കൊടുത്താൽ മതി പറഞ്ഞു. ആരെങ്കിലും ഇല്ല എന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ ഇടയിൽ അവൻ ചെരുപ്പിടാൻ മറന്നപ്പോൾ ഞാൻ ചെരുപ്പ് നിർത്തി എറിഞ്ഞു കൊടുത്താ കേട്ടോ. കാരണം ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി പോകാതെ നമ്മൾ കാത്തും ഉറങ്ങാണ്. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ പോയ നേരത്തെ അവൾ എഴുന്നേറ്റ് നമ്മൾ അറിയില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ പോവാഞ്ഞ്. കാത്തൂന് നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ അടുക്കളയിൽ വന്നിട്ട് ഇനി അരിയൊക്കെ അടുപ്പത്തിടണം. കാരണം ഉച്ചയ്ക്കുള്ള പരിപാടിക്ക് കിടക്കാതെ വെച്ചു. കാരണം ഇപ്പോൾ കാത്തുമ്മ എഴുന്നേക്കും. അപ്പോഴേക്കും ഉച്ചയ്ക്കുള്ള പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴേക്കും കഞ്ഞി കുടിക്കാമല്ലോ. പിന്നെ ചോറുണ്ടാൽ മതി എന്നുള്ള പ്ലാനിലാണ് ഞാൻ. കാരണം തക്കാളി ഒന്നും ഇല്ല. രാവിലേക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വെച്ചാൽ തന്നെ തക്കാളിയോ കാര്യങ്ങളോ ഇല്ല. പിന്നെ അപ്പോഴേക്കും കാത്തുമ്മ എഴുന്നേക്കും ചെയ്യും. പിന്നെ എൻ്റെ പണിയൊക്കെ പകുതിക്ക് വെച്ച് കിടക്കും. ഉച്ചത്തെ ഫുഡും ആവില്ല, രാവിലേക്കുള്ള ഫുഡും ആവില്ല. അപ്പോൾ ഏതെങ്കിലും നേരത്തേക്ക് ആവട്ടെ വെച്ചിട്ട് ഞാൻ അരി അടുപ്പത്ത് തന്നെ ഇടാൻ വേണ്ടിയിട്ട് അരിക്ക് കഴുകി വെള്ളം നിറയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ദിവസം ഹെയറൊക്കെ ഒന്ന് കെയർ ചെയ്തിട്ട് അപ്പോൾ കുറച്ച് ഫിഷ് സീഡ് ഇരിക്കുന്നുണ്ടായിരുന്നു. അത് തിളപ്പിച്ച് വെക്കാതെ വെച്ചിട്ട് ഞാനതൊക്കെ പൊളിച്ച് ഒരു പാത്രത്തിൽ എടുത്തിട്ട് അതിൽ പകുതി വെള്ളം ആ പാത്രത്തിൻ്റെ പകുതി വെള്ളം എടുത്തിട്ട് ഞാൻ അടുപ്പത്ത് വയ്ക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കഴുകി ഇട്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് അടുപ്പത്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ അതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുട്ടാ. അതൊന്നിട്ട് ഒരു കൊഴുപ്പ് രൂപമാകുമ്പോൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചൂടാറുമ്പോൾ ശരിക്കും ജെല്ലി പോലെയാവും. അപ്പം ഞാനൊക്കെ നന്നായി ഇളക്കി നോക്കുന്നുണ്ട്. പിന്നെ എനിക്ക് വിശന്നിട്ട് വയ്യായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, കുറച്ച് പൂരപ്പൊടി ഇല്ല, അവലോസ് പൊടി എന്നൊക്കെ പറയും, നിങ്ങളെ നല്ല എന്താ പറയുന്നറിയില്ല, അത് ഞാൻ മേടിച്ചത് ഇരിക്കുന്നുണ്ടായിരുന്നു. അതിൽ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഞാൻ കഴിക്കുന്നുണ്ട്. അതെനിക്കും കാത്തുമ്മയ്ക്കും ഇഷ്ടമാണ്. പക്ഷെ പെപ്പിക്കാണ് വലിയ താല്പര്യമില്ല. എപ്പോഴെങ്കിലും ഗതി കെട്ടാൽ പുല്ലും തിന്നെന്ന് പറയുകയാണെങ്കിൽ എപ്പോഴെങ്കിലും കഴിക്കും, അല്ലാതെ അവന് താല്പര്യമില്ല കേട്ടോ. അപ്പം ഞാനത് കഴിച്ചുകൊണ്ട് ഫിക്സ് ചെയ്തൊക്കെ നന്നായി ഇളക്കി സെറ്റാക്കുന്നുണ്ട്. അത് ഏകദേശമൊക്കെ ആയി എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അത് ഓഫ് ചെയ്ത് വയ്ക്കാൻ നോക്കുന്നുണ്ട്. ഇല്ല, ഓഫ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഹെയർ കെയർ ചെയ്യാമെന്നുള്ള ചിന്തയിലാണ് ഞാൻ മുടി ഇങ്ങനെ ഒന്ന് തലോടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് കുറച്ച് ഞാൻ മനസ്സിലായി നന്നായി മൂക്കടപ്പും ശ്വാസമുട്ടുണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ അതൊന്ന് യൂസ് ചെയ്തില്ല കേട്ടോ. അത് ഞാൻ ഒക്കെ സെറ്റാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ട് വയ്ക്കുകയാണ് ചെയ്തത് ചൂടാറിയതിൻ്റെ ശേഷം. അപ്പോൾ അതാ അങ്ങനെ ഞാൻ സെറ്റ് ചെയ്യുമ്പോൾ വന്നിരുന്ന് അവലോസ് പൊടി കഴിച്ചു. എനിക്ക് ഇപ്പോഴത്തെ ഈ ടൈമിൽ രാവിലെ തന്നെ ഭയങ്കര വിശപ്പാട്ടോ. അപ്പോൾ ഞാൻ രാവിലെ എന്തെങ്കിലുമൊക്കെ പറക്കി തിന്നും. അപ്പോൾ ഇത് അവൾക്കകത്തും എഴുന്നേറ്റുണ്ട്. അപ്പോൾ ഞാൻ അവൾക്ക് 2 ഉമ്മയൊക്കെ കൊടുത്ത് അവളെനിക്ക് ഉമ്മയൊക്കെ തന്നു കേട്ടോ. ഇനി ഞങ്ങൾ ഇങ്ങനെ നേരെ സെറ്റ് ചെയ്യുമ്പോൾ പോയിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഒരാൾ അപ്പാന്ന് അന്വേഷിക്കുന്നുണ്ട്. അവൾക്ക് ഉറങ്ങി എണിച്ച് ഞാൻ അപ്പേനെ കാണണം. അപ്പോൾ അപ്പ താറ്റ പോയി കഴിഞ്ഞിട്ട് അപ്പേനെ വീഡിയോ കോളൊക്കെ ഇത് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ ആളിലേക്ക് വന്ന പ്രാവശ്യം അവലോസ് പൊടിയാണ് അവൾ കണ്ടത്. അമ്മ പാപ്പ എന്ന് പറഞ്ഞു. അപ്പം അത് ഞാൻ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. തുണ്ട കഴിച്ചിട്ടുള്ളൂ, അധികമൊന്നും കഴിച്ചിട്ടില്ല.
അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ ചാരി നിന്ന് അവലസ്പൊടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇടയിൽ സിനിമ കാണുന്നുണ്ട് കേട്ടോ. എനിക്ക് അല്ലു അർജുൻ്റെ വലിയൊരു ഫാനാണ് ഞാൻ. അപ്പോൾ അല്ലു അർജുൻ്റെ പണ്ടത്തെ സിനിമകൾ അതെനിക്ക് തോന്നുന്നു ഞാൻ ചെറുപ്പത്തിലും ആ സിനിമകൾ കാണുമ്പോൾ അമ്മാമ്മയായിട്ട് അടി ഉണ്ടാക്കുന്നു. ഇപ്പം ആദ്യമായിട്ട് കാണുന്ന പോലെ സിനിമയിൽ നിന്ന് കണ്ടുകൊണ്ട് മടുത്തുകൊണ്ട് അടി ഉണ്ടാക്കുകയായിരുന്നു. അപ്പോൾ ആ സിനിമ ഞാൻ യൂട്യൂബിൽ അടിച്ചെടുത്ത് കാണുക കേട്ടോ. ഞാൻ ആ സിനിമ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ സാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങിയതാട്ടാ. ഫസ്റ്റ് ഒന്ന് ബാങ്കിലേക്ക് പോകണമായിരുന്നു. അപ്പോൾ ബാങ്കിൽ പോയിട്ട് പൈസ എടുത്തു. ആ പൈസ വേറെ ഒന്നല്ല, വേറെ സ്ഥലത്ത് കൊടുക്കാനാണ്. ഇപ്പോൾ ബാങ്കിൽ തന്നെ കൊടുക്കാനാണ്. അപ്പോൾ അത് ചെയ്തു. പിന്നെ പച്ചക്കറികളൊന്നുമില്ല, കുറേ ദിവസമായില്ല നമ്മളിങ്ങനെ വീട്ടിലില്ലാതെയായിട്ട്. അപ്പോൾ ഇനി പച്ചക്കറി കാര്യങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ ഇന്നലെ ആയിട്ട് പിണക്കത്തിലാട്ടെ ഞാൻ. പിന്നെ വേറെ ഒന്നല്ല, ഇങ്ങനെ വീടൊക്കെ നമ്മളൊന്നും കൃത്യമായിട്ട് നിൽക്കണില്ലല്ലോ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ ഒന്ന് പറഞ്ഞപ്പോൾ തല്ലൂടി ഇരിക്കുക. അപ്പോൾ തല്ലൂട്ടം മാറ്റാനുള്ള ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടാണ് പോണത്. വേറെ ഒന്നല്ല, ഐസ്ക്രീമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനി ഈ പൈസ പോയിട്ട് ബാങ്കിൽ കൊടുത്തിട്ട് പിന്നെ എന്തെങ്കിലും രാവിലേക്ക് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങണം. കാരണം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. കാത്തും എഴുന്നേറ്റിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവളുള്ള കാലത്ത് എഴുന്നേറ്റിരിക്കണ കാരണം പൊന്നുവിനൊന്നും ചെയ്യാൻ പറ്റില്ല. അവളിങ്ങനെ അവളെ വാലും പിടിച്ചിരിക്കുന്ന ആളാണ്. അപ്പോൾ ഇനി ബാങ്കിൽ പോയി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ. ഇപ്പോൾ പോർക്കൊത്തെത്തി. ഇനി വെറുതെ സൊസൈറ്റി പോയിട്ട് പൈസയൊക്കെ അടച്ച് വീട്ടിലേക്ക് എത്തട്ടെ, കാണിച്ചു തരാം. പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഇതിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറന്നു, ചിക്കൻ വാങ്ങാനായിട്ട്. അപ്പോൾ ചിക്കൻ കടയ്ക്ക് പോട്ടെ ഏട്ടാ. ഞാൻ അവിടെ പറഞ്ഞു, താക്കോല എവിടെ വണ്ടിയുടെ ഞാൻ ചിക്കൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോയി വാങ്ങട്ടെ. ഞാൻ ഇപ്പോൾ അവിടെ തിരക്കൊന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കാറിൽ തന്നെ പറഞ്ഞപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പോയി കട്ട് ചെയ്യുന്നുണ്ടാവും. പോയി വാങ്ങട്ടെ. ഓക്കെ, ചിക്കൻ വാങ്ങി. അപ്പോൾ നമ്മുടെ കാറ് ഇവിടെ കേട്ടോ. കാറിക്ക് പൊട്ടി തിറക്ക സീസേ തിറക്ക്. എളുപ്പമില്ലാട്ട വെയില്. കാറിക്കട്ടെ, ഇതവിടെ ഇരിക്കൂ, പോട്ടെ കളിക്കും. അപ്പോൾ ചിക്കൻ വാങ്ങി. ഇനി എന്താ വാങ്ങാനുള്ള? ഇനി ചായക്കിൽ എന്തെങ്കിലും വാങ്ങണം, പൈസ അടയ്ക്കാൻ പോകണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യട്ടെ. എന്നിട്ട് വീടെത്തും. എന്നിട്ട് വേണം നമ്മുടെ കാത്തുവിനെ കാണിച്ചാൽ. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു കേട്ടോ. പൈസ കൊടുത്തു, ഇഡ്ഡലി വടയും വാങ്ങിയിട്ട്. അപ്പോൾ ഇനി നമ്മുടെ കാത്തുമ്മേനെ കാണാൻ പോണ യാത്രയാണ്. അവളെ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ വരുമ്പോൾ കുറക്കായിരുന്നല്ലോ. അപ്പോൾ നോക്കി നോക്കാം, പോവാം. അങ്ങനെ ഏട്ടൻ കൊടുന്ന സാധനങ്ങളൊക്കെ ഞാൻ നേരെ അടുക്കളയിൽ കൊടുന്ന് വെച്ചു. അപ്പോൾ അതൊക്കെ ഒരു പാത്രത്തിലാക്കാനും പിന്നെ നമുക്കറിയൊക്കെ എന്തൊക്കെയാണ് ഏട്ടൻ മേടിച്ചു കൊടുക്കണേ എന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ കാത്തുമ്മ വന്നു കേട്ടോ. അമ്മ എന്ന് വിളിച്ചിട്ട് പളയിൽ പാമ്പേഴ്സ് കൊടുത്തിട്ട് അപ്പയിൽ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ വെയിറ്റ് തങ്ങാതാൾ വീഴുന്നുണ്ട്. പിന്നെ ഏട്ടൻ 2 ഡപ്പ ഐസ്ക്രീം മേടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം എൻ്റെ പിണക്കം മാറ്റാനുള്ള അവൻ്റെ ഐഡിയകളാണ്. എനിക്ക് നല്ല ഐഡിയ ഉള്ളതുകൊണ്ട് ഞാൻ അതൊന്നും മെയിൻ ചെയ്തില്ല കേട്ടോ. ഐസ്ക്രീം കിട്ടിയ ഭാവം പോലും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നേരെ ഞാൻ അടുക്കളയിൽ വന്ന് രാവിലേക്കുള്ള ഇഡ്ഡലി ഏട്ടൻ മേടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇഡ്ഡലിയും ഉഴുന്നുവടയും സാമ്പാറും ചട്നിയും മേടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നല്ല ഫ്ലോപ്പ് സാമ്പാറും ചട്നി ആയിരുന്നു അല്ലേ? തോന്നിയായിരുന്നോ? സാമ്പാർ അറബിക്കടലായിരുന്നു. അപ്പുറത്ത്. അപ്പം ഞാൻ 2 ഇഡ്ഡലി എടുത്തു, കാത്തുമ്മയ്ക്ക് എനിക്കും ബേബിക്കുള്ളത്. പിന്നെ കുറച്ച് ചട്നി വെച്ചു. ചട്നിയിൽ എരിവുണ്ട്, പക്ഷെ ഉപ്പോ ഒന്നുമില്ല, വെറും പച്ചവെള്ളം പോലെ കുറേ പച്ചവെള്ളം ഇട്ട് അടിച്ചിട്ടുണ്ടെന്ന് മാത്രം പച്ചവെള്ളത്തിൽ. പിന്നെ സാമ്പാർ ഒന്നും പറയല്ലേ, രസമൊന്നും പറയാം. അപ്പോൾ ഏട്ടന് ആദ്യം എൻ്റെ പ്ലേറ്റ് കൊണ്ടു കൊടുത്തു. പിന്നെ ഞാൻ കാത്തുമ്മയ്ക്ക് എനിക്കുള്ളത് ഞാൻ പോയിട്ട് കാത്തുമ്മയ്ക്ക് വായില ചുരുക്കാനായിട്ട്. അപ്പോൾ കാത്തുമ്മ എൻ്റെ അടുത്തേക്കുള്ള വഴിയാണ് തേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം ഒരു തുണ്ട് പൊട്ടിച്ച് ആൾക്ക് വായിൽ വെച്ച് കൊടുത്ത ശേഷം ഞാൻ പറഞ്ഞില്ല, പച്ചവെള്ളത്തിൽ പച്ചമുളക് അരച്ചാൽ എരിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ
ചട്നിയിൽ. അപ്പോൾ എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. അപ്പോൾ കൊടുത്ത ആൾക്ക് എരിഞ്ഞിട്ട് അപ്പോൾ അമ്മ ഉമ്പെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാൾ മേശയും ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൾ പോയിട്ട് എടുത്തുകൊണ്ട് ഉണ്ട് കേട്ടോ. അവൾക്കിപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നന്നായി മനസ്സിലാവും കേട്ടോ. അവളുടെ എടുത്തോടുന്ന് ചിലപ്പോൾ അവൾ ഒറ്റയ്ക്ക് കുടിക്കും, അല്ലെങ്കിൽ നമ്മളൊന്ന് വായിലേക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം അങ്ങനെ ഞാൻ അവൾക്ക് പാപ്പ് വായിലേക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിഞ്ഞിട്ട് അവൾ പകുതിക്ക് വെച്ച് നിർത്തിയിട്ട. പിന്നെ ഞാൻ സാമ്പാറായതിൻ്റെ ശേഷമാണ് ഞാൻ അവൾക്ക് ഫുഡ് കൊടുത്തത്. ഏട്ടൻ വിശപ്പോണ്ടാ തോന്നുന്നു ഫുള്ളും കഴിച്ചു. ഇന്നലെ എന്നോട് തല്ലുണ്ടാക്കിയതിൻ്റെ ദേഷ്യത്തിൽ മേടിച്ചുടന്ന ഫുഡ് പോലും അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനും അധികം കഴിച്ചില്ല, എനിക്ക് എന്തോ തീരെ പറ്റാത്തത് ഞാൻ അധികം കഴിച്ചില്ല. പക്ഷെ ബേബി ഫുള്ളും കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ ഫിസ്സിഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ ഞാൻ ഇനി ഒരു പാത്രത്തിൽ അരിച്ച് മാറ്റി വയ്ക്കുകയാണ്. എന്തായാലും ഇന്ന് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഉറപ്പായി, കാരണം എനിക്ക് നല്ല മൂക്കടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ഫ്രിഡ്ജിക്ക് വെക്കേണ്ട ഞാൻ പാത്രത്തിൽ അരിച്ച് മാറ്റി സെറ്റാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മളെ കാത്തുമാട് എന്നിട്ട് എൻ്റെ ഡ്രസ്സ് പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അമ്മ അമ്മ എന്ന് പറഞ്ഞിട്ട്. അവളെ സ്ഥിരം പരിപാടി തന്നെ. ഞാൻ അടുക്കളയിൽ കയറി അപ്പം അവൾ വരും. ഇങ്ങനെ വിളിക്കാന്നിട്ട് കാണിച്ചാന്നോണ്ടിരിക്കുന്നത് അമ്മ അമ്മ എന്ന് വിളിക്കും. ലാത്തുവോ അമ്മ അമ്മ അമ്മാമ്മനെ വിളിക്കുന്നുണ്ട് കുട്ടി. അപ്പോൾ അങ്ങനെ എന്ത് ഞാൻ ആ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നുണ്ട്. ഉമ്മാമ്മ താറ്റപ്പോയി. അങ്ങനെ പിന്നെന്താ ഉണ്ടായിരുന്ന കുറച്ച് പാത്രങ്ങളൊക്കെ ഞാൻ ആദ്യം കഴുകി വെച്ചു. എന്നിട്ട് വേണം നമുക്ക് ഈ പച്ചക്കറികളൊക്കെ പാത്രത്തിലാക്കാൻ വേണ്ടിയിട്ട്. അടുക്കളയിൽ തരി സ്ഥലം പോലും ഇല്ല. പിന്നെ വെള്ളം ഉണ്ണിക്ക് കൊടുത്തിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാ തല്ലുണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിനെ പെരുന്നാളിന് കൊണ്ടേയില്ല. അതൊന്നല്ല, അത് നീ പറയണത്. ഞാൻ തല്ലുണ്ടാക്കി എന്തിനാ അത് പറ. ഞാൻ തല്ലുണ്ടാക്കിയത് നീ തല്ലുണ്ടാക്കി, ഞാൻ തല്ലുണ്ടാക്കി എന്തിനാന്ന് പറയും, അത് വ്യക്തമാക്കൂ. 2 ദിവസമായിട്ട് ആലപ്പുഴയിൽ, അത് കഴിഞ്ഞപ്പോൾ നമ്മളവിടുത്തെ കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്ന ക്ഷീണത്തിൽ ഞാനൊന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ അവൻ ചില ദിവസം അവനാണ് ആദ്യം വന്ന് കിടന്നുറങ്ങുക. ഞാൻ ഒന്ന് ഉറങ്ങിപ്പോയി. ഇപ്പോൾ വീട് ക്ലീൻ ആക്കിയില്ല എന്നുള്ളതാണ് നട്ടപ്രാന്ത്. ഞാൻ പറഞ്ഞുതരാം. അന്ന് മുതലുള്ള എല്ലാ ഡ്രസ്സും കാര്യങ്ങളും താഴ്ത്ത്. പാമ്പേഴ്സ് തൃശ്ശൂർ പൂരത്തിന് അമിട്ട് പൊട്ടിയ പോലെ കുറെ അവിടെ കുറെ ഇവിടെ കുറെ അപ്പുറത്ത്. ആകെ 2 പാമ്പേഴ്സ് അത് നീ ഞാൻ എടുത്ത വേസ്റ്റിൽ കൊണ്ടിട്ട 2 പാമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഒന്ന് ഇവിടെ ഒന്ന് അപ്പുറത്തും. അപ്പൊ ഇതൊക്കെ ചെയ്തിട്ട് പെരുന്നാളിന് പോവാന്ന് പറഞ്ഞു. അപ്പൊ അവക്ക് പറ്റിയില്ല. അതിന് നീ എന്നോട് പെരുന്നാൾ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞതായിരുന്നു എന്റെ വിഷയം. പൊന്നെ നമുക്ക് ഇതൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം പോവാന്ന് പറഞ്ഞ എനിക്ക് വിഷയമില്ലായിരുന്നു. നീ എന്നോട് പറഞ്ഞിട്ടോണ് ശരിയായില്ല, എനിക്ക് ഇഷ്ടമായില്ല. ഇവിടെ ഏത് പെരുന്നാൾ വന്നാലും എന്നെ അടി ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകാതിരിക്കും. ആദ്യത്തെ കൊല്ലം നമ്മളടുത്ത പെരുന്നാൾ നീ അടി ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയില്ല. അത് അടി ഉണ്ടാക്കില്ല, അവൻ എന്നെ സെന്റിമെന്റ്സിൽ വീഴ്ത്തിട്ട് കൊണ്ടുപോയില്ല. പിന്നെ ഏത് പെരുന്നാളിലും നിന്നെ കൊണ്ടുപോകാതിരുന്നത്? പിന്നെ നീ താല്പര്യം ഉണ്ടാവാറുണ്ടാ? അതില്ല, ആ പറഞ്ഞില്ല, ആ പറഞ്ഞ എന്തായാലും പച്ചക്കറി വെട്ടല്ലേ. ഇത് പറയും താല്പര്യം ഇല്ലാന്ന് നീ പറഞ്ഞു. ഏത് പെരുന്നാളിലാണ് നിന്നെ കൊണ്ടുപോകാതിരുന്നേന്ന് പറയും. കൊണ്ടുപോകാതിരുന്നില്ല, പക്ഷെ അമ്മനെ വിളിക്കും. അമ്മയ്ക്കറിയാം ഇവൻ ഏത് പെരുന്നാള് വന്നാലും അന്നത്തെ ഒരു വയ്യായിക, മൂഡ് ഓഫ്, എന്നെ പെരുന്നാൾ കൊണ്ടുപോകാൻ ഇഷ്ടല്ല. ശരി, പക്ഷേ നിന്നെ കാണിക്കാതിരുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഞാനൊരു പോർക്കളംകാരിയാണ്. എനിക്ക് ഇവിടുത്തെ പെരുന്നാൾക്ക് മെയിനാണ്. ഇവൻ കല്യാണത്തിന് മുന്നേ പെരുന്നാളിലൊന്ന് എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി, അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കും. പെരുന്നാൾ കഴിഞ്ഞതിന്റെ ശേഷം ഫോൺ ഓണാക്കണം. അവന്റെ പെരുന്നാൾ എൻജോയ് ചെയ്യാനായിട്ട്. കല്യാണം കഴിഞ്ഞതിന് ശേഷം പെരുന്നാളിന് പോവാൻ അവന് ഒരു ഇൻട്രസ്റ്റും ഇല്ല. ഇനി അങ്ങനെ ഇത്ര തന്നെ ഞങ്ങൾ കലകത്തോട് കൂടിയിട്ട് ഞങ്ങളൊരു ഒത്തുതീർപ്പിലെത്തി. അങ്ങനെ ഞാൻ പരിപ്പ് കഴിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പരിപ്പെല്ലാം എന്ത് വന്നപ്പോൾ ഞാൻ അതിലേക്ക് നമ്മൾ സാമ്പാർ കഷ്ണങ്ങളും മൊത്തം ഇട്ട് കൊടുത്തു. അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വെണ്ടക്കായ്പ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെണ്ടക്കായായിട്ട് ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ മാക്കാണ്ടിക്ക് വെണ്ടക്കായ്പ്പേരി ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ കഷ്ടപ്പെട്ട് അരിഞ്ഞുണ്ടാക്കുന്നത്. പക്ഷെ അതിൻ്റെ ഒരു സ്നേഹം പോലെ ഈ മനുഷ്യൻ എന്നോടില്ല ഗായ്സ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്നലെ എന്നെ വേദനിപ്പിച്ചു. എൻ്റെ കാത്തുവിന് പെരുന്നാളാണ് കൊണ്ടുപോയില്ല. എനിക്ക് പെരുന്നാൾ വേണ്ട, പക്ഷെ കാത്തുവിനെ കൊണ്ടുപോണ്ടായിരുന്നോ? അങ്ങനെ ഞാൻ വെണ്ടക്കായും കാര്യങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏട്ടാ നമ്മള് പണക്കില്ലേലും ഇപ്പൊ സെറ്റല്ലേ? നിങ്ങളിത് കണ്ടാൽ ചിലപ്പോ വിചാരിക്കും ഭയങ്കര സീരിയസ് ആയിട്ടുള്ള തല്ലുകൂട്ടാണ്. പക്ഷെ ആടാട്ടാ ഐസ്ക്രീം ഒക്കെ ഞാൻ തൊണ്ടൂട്ടാ. നിങ്ങളെ തുപ്പല്ലേ, എനിക്ക് കുഴപ്പമില്ല.
ഞങ്ങളുടെ കണ്ട ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പിണക്ക ഞാൻ ഇവിടെ പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ ഞാനും കാത്തു നീ മിണ്ടാതി നമ്മയുടെ കൂട്ടു എന്റെ ഇവിടുത്തെ അവസ്ഥ ഇതാട്ടോ എന്തെങ്കിലും നല്ലിടാക്കാത്ത ഞങ്ങളുടെ ഹോളിയില് അവള് സംസാരിക്കും കാരണം അവൾക്ക് പേടി ഞങ്ങൾ അടി ഉണ്ടാക്കുകയാണെന്ന് പല വിഷയം മാറ്റി കളിക്കുന്ന പരിപാടിയാണിത്. ഞങ്ങളടുത്ത് തല്ലോട്ട് ഇത്രയ്ക്കുള്ളൂ ചെറിയൊരു ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പണക്കങ്ങള്. അപ്പൊ ഇത് ഇന്നും ഫുള്ളി ഞങ്ങള് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇടയ്ക്ക് ഞങ്ങൾ ഇതുപോലെ ശവത്തിൽ കുത്തി കളിക്കും. അപ്പൊ അതാ ഞാൻ സാമ്പാറിന് ആവശ്യമുള്ള നാളികേരം ചെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരാളോട് നാളികേരം ചെരുകിയാൻ വേണ്ടി തുണ്ട് ചെരുകിട്ട് എത്ര നാളികേരം ഞാൻ പൊട്ടിച്ചു എന്നറിയോ? നാശായിട്ടല്ലേ? അത് വെട്ടോത്തിയില്ല. ആ ഇടിക്കണ സാധനം വെച്ചിട്ട് ഇടിച്ചെന്റെ മോതിരത്തിന്റെ ഷേപ്പ് മാറി. എവിടെ നല്ല ഷേപ്പ് ഇട്ടല്ലോ. റെഡിയാക്കിയത് ഈ സാധനം ഇതാ നോക്ക്, ഈ മൂല കൂതായിട്ട്. എന്നിട്ട് ആ സാധനം വെച്ച് അടിച്ചടിച്ചിട്ടൊക്കെ പരാതി പറഞ്ഞോണ്ടിരിക്കണേ. ദൈവം ഇത്ര നേരം പരാതിയാണ് പിന്നെ ഇവിടെ പറഞ്ഞോണ്ടിരുന്നേ. പിന്നെ നമ്മളെ നാളികേരത്തേക്ക് 5-8 ചുവന്നുള്ളിയും പരിപ്പ് ഉഴുന്ന് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി വറുത്തെടുക്കണം കേട്ടോ. നമുക്ക് സാമ്പാറിനുള്ള അരപ്പ് സെറ്റാക്കാനാണ്. കുറച്ച് ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് എന്നോട് പറഞ്ഞു നന്നായി വാട്ടിയെടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വാട്ടിയെടുക്കാൻ പറയുമ്പോൾ ഏട്ടൻ പകുതി ഇളക്കിയിട്ട് ഒരു പോക്ക് പോവും. പിന്നെ വന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കും. അതിനൊരു കാര്യത്തിന് ശ്രദ്ധയില്ല ഗൈസ്. ഭയങ്കര മടിയനായിട്ട് വരുന്നുണ്ട് ഈയിടെയായിട്ട്. ഞാനപ്പുറത്ത് വെണ്ടക്കായ ഉപ്പേരിക്കുള്ള സബോളയും കരികളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അതിൻ്റെ ഇടയിൽ കാത്തുമ്മ എഴുന്നേറ്റ് ഞാൻ കാത്തുമ്മയ്ക്ക് പാൽ കൊടുക്കാൻ പോയ താപ്പ് നോക്കിയിട്ട് ഏട്ടൻ എല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വീണ്ടും അതൊക്കെ ഓണാക്കി ചൂടാൻ വേണ്ടി എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ അത് ഏകദേശമൊക്കെ മൊരിഞ്ഞ് വരുന്നുണ്ട്. എനിക്കാണെങ്കിൽ വയ്യാതെ ആയി തുടങ്ങി. എനിക്ക് പനി അമ്പ എനിക്ക് പനിക്കണോണ്ടാ തോന്നുന്നു. നല്ല പേടി മോൾക്ക്. അപ്പരല്ലേ മോള് ഇങ്ങനെ വരുള്ളൂ കണ്ട. പിന്നെ വീണ്ടും വന്നിട്ട് 4 ഇളക്കിളക്കിട്ട് പോയി. ഇത് വെറും പേരെടുക്കാൻ വേണ്ടിട്ടാ ഗായ്സ്. അവനോ സാമ്പാർ സ്പീഡാക്കിട്ട് 2 മിനിറ്റത്തേക്ക് എന്നിട്ട് ഡയലോഗ് അടിക്ക. ഇത്ര നേരം ഇതാക്കിയത് ആ ചൂട് കൊണ്ടിട്ട് ഇതാക്കി ഇപ്പൊ എനിക്ക് വിലയില്ല അല്ലേ? കൂടുതൽ ടൈം ഞാനാ ചെയ്ത് എന്റെ ഭാഗം സ്പീഡാക്കി അവള്. പിന്നെ അതിലേക്കൊരു 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 3 ടീസ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പച്ചമണം മാറും. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യും കേട്ടോ. ഇനി അത് അപ്പുറത്തെ പാത്രത്തിൽ നമുക്ക് മാറ്റി വെച്ചിട്ട് ചൂടാറിയതിൻ്റെ ശേഷം അടിക്കാൻ പറ്റുള്ളൂ. ചൂടാറിയതിന് ശേഷം മാത്രമേ അടിക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ. ഇനി വേറെ പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് അതിൽ കടുക് പൊട്ടിച്ചിട്ട് നമുക്ക് സബോള ഇട്ട് കൊടുക്കാം. അത് വാട്ടുമ്പോഴേക്ക് ഇപ്പുറത്ത് നമ്മൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഈ സാമ്പാർ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അല്ലേ ഏട്ടാ? സൂപ്പർ സാമ്പാറായിരുന്നു. വേറെ പിന്നെ നമ്മൾ വെണ്ടക്കായ അരിഞ്ഞ് വെച്ചതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായി ഇളക്കി വെച്ച് കൊടുക്കുക. നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ പാകമാണെന്ന് അറിയില്ല. നമ്മളൊരു കമ്മച്ചത്തിൽ ഇട്ട് കൊടുക്കേണ്ടതാണ് കേട്ടോ. എൻ്റെ പാകമായിരുന്നു ഉപ്പൊക്കെ. പിന്നെ ആ സവാളക്ക് ഏകദേശം വാടി വരുന്നുണ്ട്. അപ്പം അതിൽ കൂടി ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നത് വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം എന്തോരം ടൈം ഇതൊക്കെ ഒന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്തോരം ടൈം ചെയ്യുന്നവരെ പോസ്റ്റ് ഇട്ടോടെ ഇരിക്കുന്നു. അതിനതൊക്കെ സെറ്റായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് 1.5 ടീസ്പൂൺ മുളകും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് എനിക്ക് കുറവാണ് തോന്നിയപ്പോൾ ഞാൻ കുറച്ചുകൂടി ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുളകും പൊടി പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് കുറച്ച് നാളികേരം, ഒരു പിടി നാളികേരം ഇട്ട് കൊടുത്തു. എന്നിട്ട് അതൊന്ന് ഇളക്കി 2-3 വട്ടം ഇളക്കിയിട്ട് ഞാൻ വെണ്ടക്കായ ഇട്ട് കൊടുക്കുന്നതാണ്. ഇനി ഇത് നന്നായി ഇളക്കിയിട്ട് ചെറിയ തീയിലിട്ടിട്ട് അടച്ച് വെച്ച് ഒരു 1/2-3 മണിക്കൂർ വേവിച്ചെടുക്കണം. അങ്ങനെ അവസാനം അത് റോസ്റ്റ് പോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും, അത് ഉറപ്പാണ്. റോസ്റ്റ് പോലെയൊക്കെ എടുത്താണ്ടല്ലോ നമ്മളെ ചോറിന് ഈ വെണ്ടക്കായ ഉപ്പേരി മാത്രം മതി. വേറെ ഒറ്റ കറിയുടെ ആവശ്യമില്ല. ഭയങ്കര ടേസ്റ്റാണ് ഈ വീട്ടിലെ വെണ്ടക്കായ ഉപ്പേരി. എനിക്കായാലും ബേബിക്കായാലും കാത്തൂനാണേലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴേക്കും നമ്മൾ സാമ്പാറിൻ്റെ അരപ്പ് ചൂടാറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് നമുക്ക് നന്നായിട്ട് അരച്ച് കൊണ്ടുവരാം. അങ്ങനെ അരച്ചൊരു പേസ്റ്റ് രൂപമായപ്പോൾ അത് നമ്മൾ സാമ്പാറിൻ്റെ ഇതിൽ പരിപ്പൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കായംപൊടി, സാമ്പാർ കായം കുറച്ചിട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ഇങ്ങനെ ടേസ്റ്റ് നോക്കിയിട്ട് അതിൽ എന്തൊക്കെ കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് ഇട്ട് സെറ്റാക്കി എടുക്കും. അപ്പോൾ എനിക്ക് ആദ്യം കുറച്ച് പുളി കുറവ് തോന്നി. അപ്പോൾ ഞാൻ കുറച്ചുകൂടി പുളി പിഴിഞ്ഞൊഴിച്ചു.
പിന്നെ ഉപ്പ് കുറവ് തോന്നി. അപ്പം ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിനൊരു 3-4 ട്രിപ്പ് ഇങ്ങനെ ടേസ്റ്റ് നോക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. നമുക്കതിൽ എന്തൊക്കെയാണ് ആവശ്യം എന്നറിയണമെങ്കിൽ കുറേ വട്ടം ടേസ്റ്റ് നോക്കിയാൽ നമുക്കത് കറക്റ്റ് ആവുള്ളൂ. അങ്ങനെ നമ്മളത് ഓഫ് ചെയ്യണമെങ്കിൽ ഞാൻ ടേസ്റ്റ് നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇതൊന്ന് കുറുകി വരണം. അതിൻ്റെ ഇടയിൽ ഇവിടെ അമ്മേനെ മോള് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. തിളച്ച് വന്നപ്പോൾ ഞാൻ ഒന്നുകൂടി ടേസ്റ്റ് നോക്കി. അപ്പോൾ ഒന്നുകൂടി കുറുകി വരണം എനിക്ക് തോന്നി. പിന്നെ ഉപ്പ് കുറവാണ് തോന്നിയപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് ഈ വീഡിയോയിൽ കാണുന്നുണ്ടോ ഇല്ല. സാമ്പാർ കായും കുറവായി തോന്നിയപ്പോൾ ഞാൻ അതിട്ട് കൊടുത്തു. അയ്യോ എൻ്റെ മുടിയൊക്കെ പിടിച്ച് വലിക്കണു. പിന്നെ ഇതാ നമ്മളെ വെണ്ടക്കായ ഉപ്പേരിയാണ്. ഇങ്ങനെ കുറച്ച് വാടി വരുന്നുണ്ട്. അപ്പം അത് വീണ്ടും ഇളക്കി നന്നേ റോസ്റ്റാക്കി കൊടുക്കേണ്ടതാണ് കേട്ടോ. ഇടക്കിടക്ക് ഇളക്കി കൊടുത്തില്ലെങ്കിൽ അത് അടി പിടിക്കും. നീ ഇളക്കാതെ വീഡിയോ എടുത്തില്ല പിന്നെ എവിടുന്ന് കാണാനാ? അത് ഒരു വട്ടം ഇളക്കിട്ടുണ്ട് ഞാൻ കുട്ടീനെ ഉറക്കാൻ പോയപ്പോ. എന്നിട്ട് ചെറുതായിട്ട് അടി പിടിച്ചു. അല്ലല്ല അത് ഓഫ് ചെയ്ത് വെച്ചോക്കെ. പിന്നെ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി മാറ്റി വയ്ക്കുന്നുണ്ട്. ഈശ്വരാ ഇവിടെ ഉപദ്രവിച്ച് കൊല്ലാണ്. ഈ അപ്പി മോളെ കൂടി തന്നെ കൊല്ലാണ് ഗൈസ്. ഞാൻ പിന്നെയും പറയും പണ്ട് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തു. പിന്നെ എൻ്റെ ഒരു മെയിൻ സീക്രട്ട് എല്ലാം പരിപാടി ഉണ്ട് കേട്ടോ. അതിലേക്കാണ് ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു നുള്ളു പഞ്ചസാര. അതൊക്കെ എന്തുണ്ടാക്കാനേരത്തുണ്ട് പഞ്ചസാര ഇട്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്തോ എന്നെ ആരോ പഞ്ചസാരയിൽ കൂടോത്രം ചെയ്തിട്ടുണ്ട്. പഞ്ചസാര ഉണ്ടാഞ്ഞാൽ അപ്പം എന്തിലായാലും ഇടണം. അങ്ങനെ സൈക്കോ സ്വഭാവം എനിക്കുണ്ട് കേട്ടോ. പിന്നെ അതാ നമ്മൾ എടുത്ത ഐറ്റംസ് എല്ലാം ഞാൻ കയറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ സാമ്പാറായി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇനി സാമ്പാർ കാച്ചു കൊട്ടാൻ പോവുകയാണ്. അപ്പോൾ ഒരു പാത്രത്തേക്ക് ഉലുവ പരിപ്പ് എടുത്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഓയിൽ വെച്ചിട്ട് ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം. അപ്പുറത്ത് ഞാൻ മുഴുവൻ മുറിച്ച് പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. അതിനെ കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഈ ഉലുവയൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ മുഴുവൻ ഇട്ട് കൊടുക്കാം. കരിവേപ്പില ഇട്ട് കൊടുക്കാം. അങ്ങനെ അതൊക്കെ നന്നായി വാടി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതെടുത്തിട്ട് നേരെ സാമ്പാറിലേക്ക് എടുത്ത് കൊട്ടാം. അങ്ങനെ നമ്മൾ സാമ്പാറായിട്ടുണ്ട്. ഇനി ആ പാത്രത്തേക്ക് തന്നെ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചിട്ട് നമ്മുടെ ചിക്കൻ വറക്കാൻ വയ്ക്കാം. മുന്നേ മസാല പറ്റി വെച്ചതാട്ടോ. അപ്പോൾ അതൊക്കെ വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ വെണ്ടക്കായ ഉപ്പേരി ഉണ്ട്. ഇങ്ങനെ റോസ്റ്റായി ഇപ്പോൾ പകുതിയായി. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. ഒരു കൊട്ട ഉണ്ടാക്കിയാലും അവസാനം ആയി വരുമ്പോൾ നുള്ളുണ്ടാവുള്ളൂ. ഉപ്പേരിയാണോ? അപ്പോട് ചോദിക്കാം, അപ്പോട് തരും. പിന്നെ ഞാൻ മോര് വെള്ളം ഉണ്ടാക്കാന്ന് വെച്ചു. മോര് വെള്ളം തന്നെയല്ലേ പറയാ, സംഭാരം എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ ഒരു നുള്ളി ഇഞ്ചി, ഒരു 5-8 ചുവന്നുള്ളി, 3-4 പച്ചമുളക്, കറിവേപ്പില ഇട്ടിട്ട് അടിച്ചു. നീ വരുമ്പോഴേക്ക് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇല്ലേ? ഉണ്ടാക്കാൻ ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുണ്ടാക്കാൻ വേണ്ടിട്ടല്ല ചുവന്നുള്ളി കരിഞ്ഞോണ്ടിരുന്നത്. ഈ പോടാന്നുണയാ. അങ്ങനെ അതെല്ലാം ഉണ്ടാക്കി ഞാൻ മേശം വെച്ചതിന് ശേഷം ഞാൻ പോയി കുളിച്ചിട്ട് വന്നു കേട്ടോ. അപ്പം കാത്തുമ്മനെ ഞാൻ ബാത്റൂമിൽ നിന്ന് എടുക്കാൻ മറന്നിട്ടില്ല. കാത്തുമ്മനെ അവളെ അപ്പയിൽ ഞാൻ സേഫായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം തെറ്റിയിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. തല തിരിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു. പിന്നെ ഞാൻ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം അവള് നേരെ വൈകിട്ടാണ് എഴുന്നിട്ട് വന്ന്. അപ്പം ഞാൻ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടോണ്ടിരിക്കുകയാണ്. ഇവിടെ മിണ്ടെന്ന് പറയുമ്പോൾ അവള് ഞങ്ങളെ പേടിപ്പിച്ചോണ്ടിരിക്കും, മിണ്ടല്ലേ വേണ്ട. അങ്ങനെ ഇത് ഞാൻ വിരിച്ചില്ലെങ്കിൽ വേറെ ഒരാളിവിടെ വിരിച്ചിടാൻ വരില്ല. നമുക്ക് മാക്സിമം ഇങ്ങനെ ശവത്തിൽ ഏട്ടാ പോകണ്ട. അതിൻ്റെ ഇടയിൽ അവർക്ക് വേണ്ടാത്ത കിരീടിപ്പണികൾ മാത്രമാണ് ചെയ്യാൻ ഇഷ്ടമുള്ളൂ. ഇപ്പം ട്രീയൊക്കെ ഊരി വെച്ചോണ്ടിരിക്കുന്നത്. ഇതൊക്കെ ശരിക്കും രാത്രി നമ്മള് റെസ്റ്റ് എടുക്കുന്ന ടൈമിലാണ് ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യുക. എന്നിട്ട് ഇപ്പോഴും ആ സ്ഥലങ്ങളൊന്നും ആളൊന്നും പോയിട്ടില്ലല്ലോ. ഇതൊക്കെ നീ ഒറ്റയ്ക്കല്ലേ ചെയ്ത്? അത് പോയിട്ടില്ല. ഇതൊക്കെ ഊരി എടുക്കാൻ മാത്രം, നശിപ്പിക്കാൻ മാത്രം ഇഷ്ടമുള്ളൂ. അത് ഒതുക്കി വെക്കാൻ ഇഷ്ടമല്ല. ഇതൊക്കെ ഒരു നശിപ്പിച്ച് വെക്കാൻ മാത്രം ഇഷ്ടമുള്ള. എടുത്ത് വെച്ചാ ഒക്കെ ആള് പറത്തിട്ടുണ്ട്. ഇതൊക്കെ ഇനി ഞാൻ പോയിട്ട് ഒതുക്കി എടുത്തേക്കാം. എന്നിട്ട് ഞാനൊന്നും ചെയ്യണില്ല. അതുകൊണ്ട് ഞാൻ വീട് വൃത്തികേടാക്കണ ആള് അവനാണ്. ഇതൊക്കെ 10 സ്ഥലത്ത് വിരിച്ചേക്കുന്ന ആള്
ഇനി ഫുഡ് കഴിക്കുന്ന ടൈമിൽ കാണാട്ടാ ആളിൻ്റെ കോലം. അതിന് ഞങ്ങൾ ചോറുണ്ണാൻ പോവാണ്. അതിന് ഞാൻ ചോറ് 2 പാത്രത്തേക്ക് എടുക്കുന്നുണ്ട്. ഞങ്ങൾ 2 പ്ലേറ്റിലും എടുക്കാറല്ലോ. കാത്തുമ്മയ്ക്ക് ഒറ്റയ്ക്ക് കൊടുത്താൽ തീരെ കഴിക്കില്ല കേട്ടാ. അവളൊക്കെ പരത്തി എനിക്ക് ഇരട്ടിപ്പണി ആക്കി വയ്ക്കും. പിന്നെ കുറച്ച് സബോള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് 2 പ്ലേറ്റിലേക്ക് ഇട്ട് വയ്ക്കുന്നുണ്ട്. പിന്നെ 2 അച്ചാർ. ഇതെന്താ അച്ചാറാട്ടാ? മലബാർ കല്യാണത്തിന്റെ എരിവും പുളിയും ഒക്കെ ഉള്ളതാണ്. എരിവും പുളിയും മധുരമൊക്കെ ഉള്ള ഒരു അച്ചാറാട്ടാ. അപ്പം അത് ഞാൻ 2 പ്ലേറ്റിൽ കൊടുക്കുന്നുണ്ട് കുറച്ച് ശേഷം. പിന്നെ നമ്മൾ സാമ്പാർ, അടിപൊളി സാമ്പാറായിരുന്നു ഗൈസ്. അത് ഞാൻ സാമ്പാർ ഒന്നും പറയാനില്ല കേട്ടോ, അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഞാൻ കുറെ കാലത്തിന് ശേഷം എനിക്ക് കട്ടിയുള്ള സാമ്പാർ ഇഷ്ടം. ഈ വെള്ളം പോലത്തെ സാമ്പാർ എനിക്ക് ഇഷ്ടമല്ല. അപ്പം ഞാൻ നല്ല കട്ടിയിലാണ് സാമ്പാർ ഉണ്ടാക്കിയത്. എൻ്റെ കുറച്ച് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കാത്തുമ്മയ്ക്കും കൂടിയും കൊടുക്കാനുള്ളതുകൊണ്ട്. പിന്നെ ഞാൻ വെണ്ടക്കായ ഉപ്പേരി എടുത്തു. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ജീവനാണ് ആ ഉപ്പേരി. എനിക്ക് ഉപ്പേരികളിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു ഉപ്പേരി വെണ്ടക്കായ ഉപ്പേരിയാണ്. അത് എനിക്ക് മാത്രമല്ല പെബിക്കായാലും ഇപ്പം കാത്തുമ്മയ്ക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമുള്ളൊരു ഉപ്പേരി കേട്ടോ. പിന്നെ നമ്മൾ ചിക്കൻ വറുത്തത്തെ 1/4 പീസ് എടുത്തിട്ട് ഞാൻ പ്ലേറ്റിൽ വെക്കുന്നുണ്ട്. പിന്നെ 2 ചെറിയ പീസും കൂടി ഞാൻ എടുത്തിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി എൻ്റെ കുറച്ച് മോര് വെള്ളം ഒഴിക്കുന്നുണ്ട്. പെബിയിലേക്ക് ഒഴിച്ചില്ല. പെബിക്കാണ് ചോറിൻ്റെ കൂടെ മോര് ഇഷ്ടമല്ല, അവന് വെറുതെ കുടിക്കാനേ ഇഷ്ടമുള്ളൂ. അങ്ങനെ കണ്ട ആളുടെ കോലം കിടക്കുന്നത് എല്ലാം അവിടെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡിലാണ് കൂടുതൽ കാണാനുള്ളത്. ഞാൻ അതുകൊണ്ടാണ് സ്ഥിരം വെക്കണോട് ഞാൻ ക്യാമറ വെക്കാഞ്ഞത്, കാരണം അവിടെ കാണാൻ പറ്റാത്ത കോല. അങ്ങനെ ഞാൻ കാത്തുമ്മയ്ക്ക് ചോറ് വായിലിച്ചെടുക്കുന്നുണ്ട്. ഇപ്പുറത്ത് ഇരുന്ന് ഏട്ടൻ ഫുഡ് കഴിക്കുന്നുണ്ട്. പേട്ട അടിപൊളിയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഞങ്ങൾ പിണക്കന്മാരുണ്ട്, ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. എന്നാൽ ചടക്ക ഞങ്ങൾ ഇനി ചൊറിയും. അതിങ്ങനെ തോന്നണതാണ്. അവൾക്ക് വിട്ടുകൊടുക്കാനുള്ള മനസ്സില്ലാത്തോണ്ട് ഇടയ്ക്ക് ഇങ്ങനെ വരും, ഓർമ്മ വരുമ്പോ ഇങ്ങനെ ചോദിക്കും. അതാണ് സത്യത്തിൽ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ എനിക്ക് വിഷമുണ്ട്. തുടങ്ങി. ഗുഡ് നൈറ്റ് ഗൈസ്. അങ്ങനെ കാത്തുമ്പോ വെള്ളം കുടിച്ച് വയറ് നിറയ്ക്കാൻ തന്നെയാണ് മെയിനായിട്ട് അവളുടെ ഹോബി. അതിൻ്റെ ഇടയാൾക്ക് ഇഡ്ഡലി കൊടുത്തുകൊണ്ടാന്ന് തോന്നുന്നു. പിന്നെ അപ്പയും മോളും കൂടി ഐസ്ക്രീമൊക്കെ ഈ നേരത്തിനുള്ളിൽ തീറ്റ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പയ്ക്കും മോൾക്ക് വിശക്കില്ല. എനിക്കൊരു വായ ഐസ്ക്രീം തരിക. എവിടെ എന്നോടൊരു സ്നേഹം വേണ്ട. നിന്നോട് പിണങ്ങി ഇരുന്നാലും ഞാൻ നിനക്ക് തരണ്ടൊക്കെ തരും. നീ തന്നില്ല, നിനക്ക് സ്നേഹമില്ല. നീ എന്നെ വിളിച്ചിട്ടില്ല, ഇവ എന്നെ വിളിച്ചിട്ടില്ല. ഗൈസ് നോണ പറയണം, നോണ. അവൻ എന്നോട് തരി സ്നേഹമില്ല. അവൻ പറഞ്ഞു 2 പാത്രം ഐസ്ക്രീം മേടിച്ചിട്ട് 1 നിനക്കൊന്നും എനിക്കാണ്. 2 അവൻ എന്നെ തിന്ന് തീർക്കും. അയ്യോ ഇല്ലാതെ പറയല്ലേ, 1 പൊട്ടിച്ചുള്ളൂ ഞാനും കാത്തും കൂടിയിട്ട്, അത് തീരാറായി മാത്രം. ഇങ്ങനെ തിന്നാ വല്ല അസുഖം പിടിക്കും മനുഷ്യ. നിനക്ക് നിന്റെ പുത്രിയുണ്ട്. പുത്തനെ എത്ര തരുന്നത് എനിക്കറിയാം. ഞാൻ എടുത്തു വെച്ചപ്പോ അപ്പൊ തല്ലൂടി വീഡിയോ കഴിയാറായിരുന്നു, ഞങ്ങൾ അറിഞ്ഞില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര എന്തായാലും ബൈ, നാളെ കാണാം. ബൈ.